ഫ്രണ്ട്സ് ഞാനേ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഇത് തന്നെ തുറന്ന് ട്രൈ ചെയ്ത് നോക്കി. കുറേ ദിവസങ്ങൾ മുമ്പ് കണ്ട വീഡിയോ, അപ്പോൾ എനിക്ക് ഓർമ്മയില്ല ആരുടെ വീഡിയോ എന്ന്. ചേച്ചി കേട്ടോ. അപ്പോൾ ഇങ്ങനെ പഴയ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും പറഞ്ഞിട്ട് ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനെ പലരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പറഞ്ഞ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അത്ര ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇത് ഞാൻ വളരെ മടിച്ചാണ് ചെയ്തത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു കാര്യം കേട്ടോ. വെറുതെ ഇരുന്നപ്പോൾ ചെയ്ത കൊച്ചിൻ്റെ പഴയ ബുക്കൊക്കെ എടുത്തിട്ട് അപ്പം ഇതുപോലൊരു നമുക്ക് അങ്ങോട്ട് നിൽക്കുക. ഇതുപോലൊരു ബുക്ക് എടുത്തിട്ട് അതിൽ പിന്നെ ഞാൻ അതിൻ്റെ പുറംചട്ട എന്താ പറയുക, നമ്മളിപ്പോൾ ഇങ്ങനെയാണല്ലോ സാധാരണ ബുക്ക് വരും. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇനി വറുത്ത് എടുക്കുക. അപ്പോൾ ഇതങ്ങ് മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാൻ കുറച്ച് ചെയ്തെടുക്കാം. ആദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേപ്പർ എടുക്കുക. പേപ്പർ എടുത്ത ശേഷം ഇതാ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് ഇത് നേരെ തിരിച്ച് അങ്ങോട്ട് മടക്കുക. ഇതിപ്പോൾ ഞാൻ കൊച്ചിനെ പഠിപ്പിച്ച് കൊടുത്തോണ്ടാട്ടോ അതിങ്ങനെ മടങ്ങി വെക്കിരിക്കും. എന്നിട്ട് ഇങ്ങോട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പേപ്പർ എടുക്കുക. ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇതിങ്ങനെ നടുവിന്ന് ഇങ്ങനെ ചുളിയൊന്നുമില്ലാതെ ഇങ്ങനെ മടക്കുക. അത് നോക്കുക. രണ്ടാമത് വീണ്ടും ആദ്യം ചെയ്തോടെ തന്നെ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കുക. വീണ്ടും രണ്ടാമത്തെ മടക്കുക. ഇങ്ങനെ മടക്കുക. പിന്നെ നമുക്കൂടെ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ വൃത്തിയായിട്ട് ഇതിങ്ങനെ മടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് കുറച്ച് മടക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കാണിച്ചേ കേട്ടോ. ഇത് കണക്ക് തിരിഞ്ഞ് ഇതിങ്ങനെ മടക്കി കുറേ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ കിട്ടും. അപ്പം ഒരു ബുക്കിനകത്തുനിന്ന് നമുക്കിതിൻ്റെ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നതിൻ്റെ ഈ നേർ പകുതിയെ കിട്ടത്തും, പകുതിയെ കിട്ടത്തും. അങ്ങനെ ഇങ്ങനെ ഒരു ഫുള്ള് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ 2 ബുക്ക് വേണം. അപ്പോൾ 2 ബുക്കിൽ ഇതുപോലെ എടുത്തിട്ട് 2 ബുക്കും കൂടെ കൂട്ടി വെച്ചിട്ട് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫുള്ളായിട്ടൊരു നമ്മുടെ ഒരു ഹട്ട് കിട്ടും. അപ്പം ഇതിനകത്ത് കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്ത ചേച്ചിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. ഒരുപാട് സന്തോഷം, താങ്ക് യു. വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വെറുതെ ഇരിക്കുന്നവർക്ക് പേപ്പറൊന്നും കളയാതെ കത്തിച്ച് കളയാതെ പിള്ളേരുടെ പഴയ ബുക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊരു എന്നാ പറയുന്ന ഒരു ഡെക്കറേഷൻ ചെയ്ത മാതിരി ഇരിക്കുകയും ചെയ്യും. പേപ്പറൊന്നും വെറുതെ കളയാതെ ഇരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ.